ഭരണഘടനയെ പോക്കറ്റിൽ കൊണ്ട് നടക്കുന്നവരാണ് കോൺഗ്രസ്സുകാരെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഭരണഘടന ഒരു പാർട്ടിക്ക് മാത്രമുള്ളതാണ് എന്ന അന്തരീക്ഷം രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്നു. ഭരണഘടനയിൽ എഴുതിയിരിക്കുന്ന ധർമ്മം അനുസരിച്ചാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ലോക്സഭയിൽ നടന്ന പ്രത്യേക ചർച്ചയിൽ മന്ത്രി രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ ഭരണഘടനയുടെ ധാർമ്മികത രൂപപ്പെടുത്തുന്നതിൽ വീര സവർക്കർ, ഭഗത് സിംഗ് തുടങ്ങിയ നേതാക്കൾ പ്രധാന പങ്ക് വഹിച്ചതായി മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഭരണഘടന കേവലം ഒരു രേഖയല്ല, മറിച്ച് ജനങ്ങളുടെ ശബ്ദമാണ്. ഭരണഘടന കൂട്ടായ ധാർമ്മികതയുടെയും സമവായത്തിന്റെയും ഫലമാണെന്ന് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി വിശ്വസിച്ചിരുന്നു. ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ള ഒരാളെ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ആക്കാൻ ഭരണഘടന പ്രാപ്തമാക്കുന്നു. ഭരണഘടനയുടെ ഒറിജിനൽ കോപ്പിയിൽ മൗലിക അവകാശങ്ങൾ ചർച്ച ചെയ്യുന്ന 3ാം ഭാഗത്തിൽ ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും ചിത്രമുണ്ട്. അതേസമയം ഭരണഘടന ഒരു പാർട്ടിക്ക് മാത്രമുള്ളതാണെന്ന അന്തരീക്ഷം രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതായി പറഞ്ഞ രാജ്നാഥ് സിംഗ് ഭരണഘടനയെ പോക്കറ്റിൽ കൊണ്ടു നടക്കുന്നവരാണ് കോൺഗ്രസ്സുകാരെന്നും വിമർശിച്ചു. പൂർവികർ ഭരണഘടനയെ അവരുടെ പോക്കറ്റിൽ സൂക്ഷിക്കുന്നത് കണ്ടാണ് കോൺഗ്രസ്സുകാർ വളർന്നതെന്നും ഭരണഘടനയെ BJP നെറ്റിയിലാണ് ധരിക്കുന്നതെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാട്ടി. हमारा संविधान सर्वसक्षम है. हमारे संविधान की सार्वभौमिकता और सर्व सक्षमता का अंदाजा इसी बात से लगाया जा सकता है. यहाँ एक और हमारा संविधान स्टेट यानी राज्य की जिम्मेदारियों को विस्तृत रूप से सूचीबद्ध करता है, वही नागरिकों को उनके संवैधानिक और मौलिक अधिकार भी प्रदान करता है. अगर एक लाइन में मुझे कहना हो तो मैं कह सकता हूं कि हमारा संविधान सामाजिक, आर्थिक, राजनीतिक और सांस्कृतिक जीवन के सभी पहलुओं को छूते हुए राष्ट्र निर्माण का यह मार्ग प्रशस्त करता है. अध्यक्ष महोदय, ഭരണഘടന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സംഭാവനയല്ല. എന്നാൽ ഒരു പാർട്ടി ഭരണഘടനയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായി കോൺഗ്രസ് പാർട്ടിയുടെ പേര് പറയാതെ തന്നെ രാജ്നാഥ് സിംഗ് വിമർശിച്ചു. പ്രതിപക്ഷം പലപ്പോഴും ഭരണഘടനയെ അവഹേളിക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മൻമോഹൻ സിംഗ് എന്നിവരുൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയിലെ മുൻ പ്രധാനമന്ത്രിമാരുടെ കാലഘട്ടത്തിലായിരുന്നു ഏറ്റവും അധികം ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടായതെന്നും മന്ത്രി വ്യക്തമാക്കി. ജനാധിപത്യത്തെയും ഭരണഘടനയെയും അപമാനിക്കാൻ വിദേശയാത്ര നടത്തുന്ന ചില രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടെന്നും രാഹുലിനെ പേരെടുത്ത് പറയാതെ കേന്ദ്ര പ്രതിരോധ മന്ത്രി വിമർശിച്ചു. ജനം, ഡൽഹി.